ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിതേ സ്കൂൾ ഷോപ്പിങ്ങിന് പോകാട്ടോ. ആദൂസിനും ദേവൂട്ടിനുള്ള സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ നമുക്കിനി കുറച്ച് ദിവസമല്ലേ ബാക്കിയുള്ളൂ. എന്നാൽ പോയി വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചേ. ഞങ്ങൾ മൂന്നാളും മാത്രമാട്ടോ കടയിലൊക്കെ പോകുന്നത്. ദേവൂട്ടിനുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനവും കറക്റ്റ് ഒന്നും മേടിക്കാൻ പറ്റില്ല. അവൻ്റെ പുറകിൽ ഓടാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ദേവൂട്ടൻ സ്കൂളിൽ പോയി നേരം നോക്കിയാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ടൂർ പോയി വന്നാൽ പിറ്റേ ദിവസം തന്നെ ആയതുകൊണ്ട് നല്ല ടയറുണ്ട്. പക്ഷെ പോകാതിരിക്കാനും പറ്റില്ല. ഏട്ടൻ നാളെ ബസ്സിൽ ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ ഏട്ടൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഏട്ടനില്ലാതെ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും അധികം ഒറ്റയ്ക്ക് പോയിട്ടില്ല കേട്ടോ. അത് കാരണമാണ് ഏട്ടനുള്ളപ്പോൾ തന്നെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു കാര്യത്തിന് മാത്രം ഏട്ടൻ ഇടയ്ക്ക് വഴക്ക് പറയാറുണ്ട്. ആദൂസിൻ്റെയും ദേവൂട്ടിൻ്റെയോ എൻ്റെയോ എല്ലാ കാര്യത്തിനും ഞാൻ ഏട്ടനെ ആശ്രയിക്കോട്ടോ. മാക്സിമം കൂടെ ഏട്ടൻ വന്നോന്ന് എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും ഏട്ടൻ എന്നോട് പറയുന്നൊരു കാര്യമാണ്, എവിടെയെങ്കിലും പോവാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ ഒറ്റയ്ക്ക് പോയി പഠിക്കണമെന്നും അത് ചെയ്യണമെന്നും എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. എല്ലാ തവണയും ഏട്ടനിൽ ലീവ് എടുത്ത് ഇങ്ങനെ കൂടെ വരാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഏട്ടനെ തന്നെയാട്ടോ ആശ്രയിക്കാറ്. ഈയിടെയായിട്ട് ഞാൻ ഒറ്റയ്ക്കാട്ടോ എല്ലാ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. എവിടെ പോകണമെങ്കിലും മരുന്നിനാണെങ്കിലും എന്താവശ്യമായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞ് കുറേശ്ശെയായിട്ട് ഞാൻ ആ ശീലത്തോട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിശാൽ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയേ. അവിടുന്ന് കുറച്ച് ലഞ്ച് ബോക്സും കുപ്പിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി ഷിപ്പേഡ് സൂപ്പർ മാർക്കറ്റ് തേവരയിലാട്ടോ വന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ ആവശ്യമുള്ള 2 ബാഗ് മാത്രമേ നോക്കിയുള്ളൂ കേട്ടോ. ഇവിടെ ബാഗിന് നല്ല അത്യാവശ്യം റേറ്റും കുറവാണ്. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാട്ടോ അവിടെ പോയി വാങ്ങിയത്. ബാക്കിയുള്ള ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പള്ളുരുത്തിയിലുള്ള സ്മാർട്ട് മാർട്ടിലാട്ടോ വന്നത്. ഇവിടെ വന്നത് ആദൂസാട്ടോ ഫസ്റ്റ് ഓടിക്കയറിയത്. താഴത്തെ സെക്ഷൻ ഫുള്ള് ഗ്രോസറി സാധനങ്ങളാട്ടോ. മുകളിലാണ് ഈ ഒരു ബുക്സിൻ്റെ സെക്ഷനായിട്ട് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഞങ്ങൾ ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബുക്കും സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ നേരെ കുമ്പളങ്ങേഴിയിലുള്ള ചെരുപ്പടയിൽ വന്നാട്ടോ. ആദൂസിന് സ്കൂളിലേക്കുള്ള ഷൂവും ചെരുപ്പൊക്കെ വാങ്ങാൻ പോവാണേ. ഇങ്ങനെ അച്ഛയും മോളും കൂടെ അവിടെ ഷൂവും ചെരുപ്പൊക്കെ മേടിക്കുവാണേ. ഞാനാണ് ഈ കാര്യത്തിൽ ആദൂസിൻ്റെ കൂടെ വന്നെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ട് കടയിൽ നിന്നാണെങ്കിൽ പോലും തല്ലുപിടിക്കാറുണ്ട്. ആദൂസും ഞാനും എല്ലാ കാര്യത്തിലും ഒട്ടും സെയിം അല്ല കേട്ടോ. അച്ഛയും മോളും ആണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരേപോലെയാണ്. അങ്ങനെ സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവാട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്ത് ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഈയിടെയായിട്ട് ഈ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോകാറുണ്ട്. എന്നാലും ഒന്ന് ഓർപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചേ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്. സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ആദൂസിനെ സ്കൂളിൽ പോകാനായിട്ട് എല്ലാ സാധനവും വാങ്ങിയിട്ടാ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് ആദൂസ് കാണിച്ചു തരുവേ. അപ്പൊ ഇതാണ് കേട്ടോ ആദൂസിന്റെ ബാഗ്. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടായോ? അപ്പൊ ഇനി അടുത്തത് കാണിച്ചു കൊടുക്കാം. ആദൂസ് ദേവൂട്ടിന്റെ ബാഗും കൂടെ കാണിച്ചു കൊടുത്തേക്കോ. അപ്പൊ ഇതാണ് കേട്ടോ ദേവൂട്ടിന്റെ ബാഗ്. ഒരാൾക്ക് മാത്രമായിട്ട് മേടിച്ചില്ല കേട്ടോ, 2 ആൾക്കും കൂടെയാണ് മേടിച്ചത്. അപ്പൊ ബാഗ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ 2 പൗച്ച്. ഇതൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും ഇതൊന്ന് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകാനാണ്. അത് ഇനി അടുത്ത ഐറ്റം കാണിച്ചോളൂ. അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ്. തുറന്നു കാണിക്കും. ഇങ്ങനെയാണ്. ഉള്ളിലൊരു സ്പൂൺ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതാണ് ആദൂസിന്റെ ലഞ്ച് ബോക്സ്. ഇത് ഒരു കൂട്ടം പേനാണെങ്കിൽ പാപ്പനെ കൊണ്ട് കളയും ഗൈസ്. അതുകൊണ്ടാണ് നമ്മ കൂട്ടത്തോടെ. ആദൂസ് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി പേനയാണ്. അപ്പൊ ഇങ്ങനെ നമ്മ ഓരോന്ന് വാങ്ങിക്കുമ്പോ ആദൂസ് ഡെയിലി കളഞ്ഞ് ആദൂസിന് പേന ഉപയോഗിക്കാൻ ശരിക്കും അറിയില്ല, പഠിച്ചു വരുന്നതേ ഉള്ളു. അപ്പൊ അത് കാരണം ഇങ്ങനെ ആദൂസ് കളയണ കാരണം ഞങ്ങള് ഇങ്ങനെ ഒരു കുപ്പിയായിട്ട് എടുത്തേക്ക് എന്താ ഇങ്ങനെ ഒരു കുപ്പിയായിട്ടാണ് മേടിച്ചത്. ഇതാകുമ്പോ ഞാൻ പോയി മേടിക്കണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. പ്രാവശ്യം ആദൂന് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുണ്ടല്ലോ. ആദൂസ് ഇപ്പൊ 5ാം ക്ലാസ്സിലോട്ടായി ഗൈസ്. ഇത് മറ്റേ പിന്നെ സ്റ്റാപ്ലർ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്. ഇതൊക്കെ ചുമ്മാ വാങ്ങിച്ചതാണ്. കട്ടേഴ്സ് ആണ്. സ്കെച്ച് ഇതാണ് ക്രയോൺസ് ആണ്. അടുത്ത കാണിച്ചു.
അടുത്ത കാണിച്ചത്. ഇത് ഞങ്ങൾ വിശാലി പോയപ്പോ വാങ്ങിച്ചാണ്ട് കൈസ്. അപ്പൊ ദേവൂട്ടിന് ഈ കുപ്പി ഒരെണ്ണം എടുത്ത് ആദൂസിന്, ദേവൂട്ടന്. ഇത് ആദൂസിന് ദേവൂട്ടിനായിട്ടാണ്. നല്ല അടിപൊളി കുപ്പിയാണ്. ഇത് എന്റെ ബുക്കാണ്, കൊറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ കാണിച്ചിട്ടാ. ഇത് ടർക്കി. പിന്നെ ഇതെന്താന്ന് കാണിച്ചു കൊടുത്തത്? ഇത് ഷോർട്സ്. ഇതാണ് ഇവർക്ക് നേവി ബ്ലൂ സോക്സ് ആണ്. അപ്പം 2 എണ്ണം ആദൂസിനും പിന്നെ 1 എണ്ണം ദേവൂട്ടിനും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്താൽ ആകെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് മഴ ടൈമിൽ ഇടാനുള്ള സ്കൂളിൽ ബ്ലാക്ക് തിരിച്ച് കാണിക്കടോ. അപ്പൊ ഇതാണ് നിക്കട്ടെ അവിടെ നിന്ന്. ഇപ്പൊ ഇതാണ് ചെരുപ്പുകള്. അവന് സ്നാക്സ് ബോക്സ് ആണ്. ഉള്ളിൽ കോവർക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് 2 ഇതാണ്. ഇത് 2 സെറ്റ് ആയിട്ട് കൊടുത്തേക്കണേ. അതടച്ചാ വെച്ചോ. പിന്നെ ദേവൂട്ടിന്റെ ബോക്സ് കാണിച്ചു കൊടുത്തോ? ദേവൂട്ടിന്റെ ബോക്സ് ആണ്. അപ്പൊ ഇത് നമ്മുടെ മെയിൻ ഐറ്റം ചൊട്ടയിടാനുള്ള കവറ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആദൂസിന്റെ സ്കൂൾ ഐറ്റംസ് ഒക്കെ ഇഷ്ടമായ എല്ലാവരും സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഇനി ആകെ കുറച്ച് ദിവസം കൂടെ അല്ലേ സ്കൂൾ ഇറക്കാനൊക്കെ ഉള്ള. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ പിന്നെ കാണുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.